ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഉരുളൻകിഴങ്ങ് കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ദോശയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും അങ്ങനെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ്. അതേപോലെ ഉണ്ടാക്കിയെടുക്കാൻ വളരെ സിമ്പിളാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഇപ്പോൾ ഞാനിവിടെ 2 മീഡിയം സൈസ് ഉരുളൻകിഴങ്ങും ഒരു മീഡിയം സൈസ് സവാളയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉരുളൻകിഴങ്ങും സവാളയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്യാം. ഇതിലേക്ക് ഞാൻ 2 പച്ചമുളക് നീളനെ കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്, അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അതായത് ഉരുളൻകിഴങ്ങ് മുങ്ങി കിടക്കേണ്ട ആവശ്യമില്ല, എന്നാൽ ഉരുളൻകിഴങ്ങിൻ്റെ തൊട്ട് താഴെയായിട്ട് വെള്ളം നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് 2 വിസിലടിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. 2 വിസിലടിച്ച് ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞ് എയർ തന്നെ പോകുമ്പോഴേക്കും ഉരുളക്കിഴങ്ങെല്ലാം നന്നായി വെന്തിട്ടുണ്ടാവും. ഇപ്പോൾ 2 വിസിൽ കഴിഞ്ഞ് ഞാൻ എടുത്തപ്പോൾ ഉരുളക്കിഴങ്ങെല്ലാം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊരു കയ്യിൽ വെച്ച് ചെറുതായി ഒന്ന് ഉടച്ചു കൊടുക്കാം. ഒരുപാട് ഉടച്ചെടുക്കരുത്, ഈ ഒരു രീതിയിൽ ഉടച്ചെടുത്താൽ മതിയാവും. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ നന്നായി ചൂടാവുമ്പോൾ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം മുളക് പൊടി ഇട്ട് കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ മുളക് പൊടി പെട്ടെന്ന് കരിഞ്ഞു പോവും. മുളക് പൊടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കാം. അതിനുശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഒരിക്കലും ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ആ ചൂടോട് കൂടി മുളക് പൊടി ഇട്ട് കൊടുക്കരുത്. മുളക് പൊടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കരിഞ്ഞു പോകാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ കരിഞ്ഞു പോകാതെ നമുക്ക് മുളക് കറക്റ്റ് മൂപ്പിച്ചെടുക്കാനായിട്ട് പറ്റും. മുളകൊന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് ഉരുളൻകിഴങ്ങ് വേവിച്ച് വെച്ചത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഹൈ ഫ്ലെയിമിലിട്ടൊന്ന് തിളപ്പിച്ച് കഴിഞ്ഞാൽ ഉരുളൻകിഴങ്ങ് കറി റെഡിയാവും. അപ്പോൾ ഈ സമയത്ത് ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നിങ്ങൾ ഉരുളൻകിഴങ്ങ് വേവിക്കുന്ന സമയത്ത് എങ്ങാനും കുറച്ച് വെള്ളം കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഈ സമയത്തൊന്ന് വറ്റിച്ചെടുത്താൽ മതിയാവും. അപ്പോൾ കുറച്ച് കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള കറിയായിരിക്കും ചപ്പാത്തിക്കും ദോശയ്ക്കും എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ കമൻസ് ആയിട്ട് അറിയിക്കുക. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.